z naught f of z is equal to w naught. അതുപോലെ യുണീക്ക്നെസ് ഓഫ് ലിമിറ്റ്, ചില ഇല്ലസ്ട്രേഷൻസ് എല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടിരുന്നു. ഇന്ന് ലിമിറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള 2 തിയറംസ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ ആദ്യത്തെ തിയറം എന്താണെന്ന് നോക്കാം. സപ്പോസ് f of z is equal to uxy plus I vxy, where this z is written as x plus iy, and z naught is equal to x naught plus iy naught, and w naught is equal to u naught plus iv naught. Then limit z tends to z naught f of z is equal to w naught if and only if limit ordered pair xy tends to x naught y naught uxy is equal to u naught, and limit ordered pair xy tends to x naught y naught vxy is equal to v naught. ഇതാണ് നമ്മുടെ ആദ്യത്തെ തിയറം. സോ എഫ് ഓഫ് സെഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ കോംപ്ലക്സ് വാല്യൂഡ് ഫങ്ഷൻ ഓഫ് എ കോംപ്ലക്സ് വേരിയബിൾ. എഫ് ഓഫ് സെഡിൻ്റെ റിയൽ പാർട്ടാണ് യു എക്സ് വൈ, ഇമാജിനറി പാർട്ടാണ് വി എക്സ് വൈ. ദെൻ സെഡിനെ നമ്മൾ കോർഡിനേറ്റ് ഫോമിൽ, റെക്റ്റാങ്കുലർ ഫോമിൽ എക്സ് പ്ലസ് ഐ വൈ എന്ന് റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഈ രീതിയിൽ എഫ് ഓഫ് സെഡിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ മുൻപ് എക്സാമ്പിൾസ് കണ്ടിട്ടുള്ളതാണ്. ഇനി 2 കോംപ്ലക്സ് നമ്പേഴ്സായിട്ട് നമ്മൾ എടുക്കുകയാണ്. സെഡ് നോട്ട് ഈക്വൽ ടു എക്സ് നോട്ട് പ്ലസ് ഐ വൈ നോട്ടും ഡബ്ല്യു നോട്ട് ഈക്വൽ ടു യു നോട്ട് പ്ലസ് ഐ വി നോട്ടും. Then we say that limit of f of z is equal to w naught as z goes to z naught if and only if real part of f of z, real part of f of z is uxy, converges to real part of w naught. Real part of w naught is u naught. So z is x plus iy. So നമ്മളതിനെ റെക്റ്റാങ്കുലർ ഫോമിൽ നമുക്ക് ഓർഡേർഡ് പെയർ എക്സ് വൈ എന്നെഴുതാം. അതുപോലെ ഇസെഡ് നോട്ട് ഇസ് ഈക്വൽ ടു എക്സ് നോട്ട് പ്ലസ് ഐ വൈ നോട്ട്. സോ നമുക്കതിന് ഓർഡേർഡ് പെയർ എക്സ് നോട്ട് വൈ നോട്ട് എന്ന് എഴുതാം. സോ സെറ്റ് ടെൻസ് ടു സെറ്റ് നോട്ട് ഇസ് സെയിം ആസ് ഓർഡേർഡ് പെയർ എക്സ് വൈ ടെൻസ് ടു ഓർഡേർഡ് പെയർ എക്സ് നോട്ട് വൈ നോട്ട്. റിയൽ പാർട്ട് ഓഫ് എഫ് ഓഫ് സെറ്റ് കൺവേർജസ് ടു റിയൽ പാർട്ട് ഓഫ് ഡബ്ല്യു നോട്ട്. അതുപോലെ തന്നെ ഇമാജിനറി പാർട്ട് ഓഫ് എഫ് ഓഫ് സെറ്റ് വി എക്സ് വൈ goes to imaginary part of w naught, means v naught. So limit xy tends to x naught y naught vxy is equal to v naught. അപ്പോൾ നമ്മൾ പറയുന്നത് ഇതാണ്, എഫ് ഓഫ് സെറ്റ് ഗോസ് ടു ഡബ്ല്യു നോട്ട് ഇഫ് ആൻഡ് ഓൺലി ഇഫ് റിയൽ പാർട്ട് ഓഫ് എഫ് ഓഫ് സെറ്റ് ഗോസ് ടു റിയൽ പാർട്ട് ഓഫ് ഡബ്ല്യു നോട്ട് ആസ് വെൽ ആസ് ഇമാജിനറി പാർട്ട് ഓഫ് എഫ് ഓഫ് സെറ്റ് ഗോസ് ടു ഇമാജിനറി പാർട്ട് ഓഫ് ഡബ്ല്യു നോട്ട്. ഓക്കെ, സോ നമുക്കിത് പ്രൂവ് ചെയ്യാം. സോ ഫസ്റ്റ് വി അസ്യൂം ദാറ്റ് limit xy tends to x naught y naught uxy is equal to u naught, and limit xy tends to x naught y naught vxy is equal to v naught. സോ നമുക്ക് ലിമിറ്റിൻ്റെ ഡെഫിനിഷൻ അറിയാം. ലിമിറ്റിൻ്റെ ഡെഫിനിഷൻ പ്രകാരം നമ്മൾ പറയുന്നത് ഇങ്ങനെയാണ്: ടേക്ക് ആൻ എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0, കറസ്പോണ്ടിങ് ടു ദാറ്റ് വി വിൽ ഗെറ്റ് സം ഡെൽറ്റ ഗ്രേറ്റർ ദാൻ 0 such that whenever distance between xy and x naught y naught is less than delta, distance between uxy and u naught will be less than epsilon or less than epsilon by 2 or epsilon by 3 for any നമ്മൾ ചൂസ് ചെയ്യുന്ന ഏത് പോസിറ്റീവ് നമ്പറിനേക്കാളും ചെറുതാക്കാൻ പറ്റും. അതുപോലെ തന്നെ as xy tends to x naught y naught vxy goes to v naught means we have some for epsilon greater than 0 we have some delta greater than 0 such that whenever distance between xy and x naught y naught is less than delta, distance between v and v naught will be less than epsilon. ഓക്കെ, പക്ഷേ ഇവിടെ നമുക്ക് 2 ലിമിറ്റുകളാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇഫ് വി ചൂസ് 1 എപ്സിലൺ, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ 2 സ്ഥലത്തും കിട്ടുന്ന ഡെൽറ്റ സെയിം ആവണം എന്നില്ല. സോ ഫസ്റ്റ് ലിമിറ്റിൻ്റെ കേസിൽ കിട്ടുന്ന ഡെൽറ്റയെ നമ്മൾ ഡെൽറ്റ 1 അടുത്തതിനെ ഡെൽറ്റ 2 എന്നും വിളിക്കുകയാണ്. സോ ഫോർ എപ്സിലൺ ഗ്രേറ്റർ ദാൻ 0 ദർ എക്സിസ്റ്റ് ഡെൽറ്റ 1 ആൻഡ് ഡെൽറ്റ 2 ഗ്രേറ്റർ ദാൻ 0 സച്ച് ദാറ്റ് whenever distance between xy and x naught y naught
എക്സ് വൈയും എക്സ് നോട്ട് വൈ നോട്ടും പ്ലെയിനിലുള്ള രണ്ട് പോയിൻറ്റ്സ് ആണ്. അപ്പോൾ അവർ തമ്മിലുള്ള അകലം എന്ന് പറയുന്നത് നമുക്ക് ഡിസ്റ്റൻസ് ഫോർമുല പ്രകാരം സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് മൈനസ് എക്സ് നോട്ട് ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് വൈ നോട്ട് ദ ഹോൾ സ്ക്വയർ ആണ്. ഇഫ് ദിസ് ഈസ് ലെസ് ദാൻ ഡെൽറ്റ 1, mod u minus u naught is less than epsilon by 2. Similarly, if the distance between xy and x naught y naught is less than delta 2, mod v minus v naught is less than epsilon by 2. സോ ഇവിടെ രണ്ട് സ്ഥലത്തും ഞാൻ എടുക്കുന്ന ഫങ്ഷൻസ് വേറെയാണ്. ഒരു സ്ഥലത്ത് യു ആണെങ്കിൽ അടുത്ത സ്ഥലത്ത് വി ആണ്. അവരുടെ ലിമിറ്റായിട്ട് കിട്ടുന്നതും ഒരു സ്ഥലത്ത് യു നോട്ട് ആണെങ്കിൽ മറ്റടുത്ത് വി നോട്ടാണ്. പക്ഷേ എക്സ് വൈ രണ്ട് കേസിലും ടെൻഡ് ചെയ്യുന്നത് എക്സ് നോട്ട് വൈ നോട്ടിലേക്ക് തന്നെയാണ്. സോ എനിക്ക് മോഡ് യു മൈനസ് യു നോട്ട് ലെസ് ദാൻ എപ്സലൺ ബൈ 2 എന്നും മോഡ് വി മൈനസ് വി നോട്ട് ലെസ് ദാൻ എപ്സലൺ ബൈ 2 ഇത് രണ്ടും എനിക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എക്സ് വൈ ആൻഡ് എക്സ് വൈ ആൻഡ് എക്സ് നോട്ട് വൈ നോട്ട് മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ ഡെൽറ്റ 1 ആസ് വെൽ ആസ് ഗ്രേറ്റർ ദാൻ ഡെൽറ്റ 2. സോ ഇത് രണ്ടും ഒരുമിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഐ വിൽ ടേക്ക് ഡെൽറ്റ ആസ് minimum of delta 1 and delta 2. So if delta is equal to minimum of delta 1 and delta 2, if I take square root of x minus x naught square plus y minus y naught square is less than delta, I will get mod u minus u naught less than epsilon by 2 and mod v minus v naught less than epsilon by 2 simultaneously. Okay. So now I will choose z as mod z minus z naught is less than delta. In that case, mod f of z minus w naught can be written as f of z is uxy plus ivxy. ഞാനതിനെ ഇപ്പോൾ u plus iv എന്ന് എഴുതുന്നുള്ളൂ. u plus iv minus w naught, u naught plus iv naught, which is same as modulus of real parts separate ചെയ്യുക, imaginary parts separate ചെയ്യുക. So we have u minus u naught plus I times v minus v naught. Okay, ഇതിൽ നമ്മൾ ട്രയാങ്കിൾ ഇനീക്വാലിറ്റി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ we will get this is less than or equal to modulus of u naught plus u minus u naught plus mod I times mod v minus v naught, but mod I is same as 1. So we have this is less than or equal to modulus of u minus u naught plus modulus of v minus v naught. So if mod z minus z naught is less than delta, we have both these terms are less than epsilon by 2. So whenever mod z minus z naught is less than delta, we have mod f of z minus w naught is less than epsilon, which means limit z tends to z naught, f of z is equal to w naught. So നമുക്ക് ഒരു പാർട്ട് കിട്ടി. If the real part of f goes to real part of w naught and imaginary part of f goes to imaginary part of w naught, then f will go to w naught. Conversely, assume that limit z tends to z naught f of z is equal to w naught. Then by the definition of limit, for epsilon greater than 0, there exists delta greater than 0 such that mod f of z minus w naught is less than epsilon whenever 0 less than mod z minus z naught less than delta. So mod 0 less than mod z minus z naught less than delta means 0 less than square root of x minus x naught the whole square plus y minus y naught the whole square is less than delta. We have the properties absolute value of real part of z is less than or equal to mod z, as well as modulus of imaginary part of z is less than or equal to mod z for any complex number z. So instead of this z, we will take f of z minus w naught, so that mod u minus u naught, this is real part of f of z minus w naught, is less than or equal to, this is less than or equal to
modulus of f of z minus w naught. And we know that this is less than epsilon whenever 0 less than square root of x minus x naught the whole square plus y minus y naught the whole square is less than delta. Similarly, mod v minus v naught, imaginary part of f of z minus w naught, is less than or equal to f of z minus modulus of f of z minus w naught, and it is less than epsilon whenever 0 less than square root of x minus x naught the whole square plus y minus y naught the whole square is less than delta. Okay, from this we get limit xy tends to x naught y naught u xy is equal to u naught, and limit xy tends to x naught y naught v xy is equal to v naught. So if f of z goes to w naught, real part of f of z goes to real part of w naught, as well as imaginary part of f of z goes to imaginary part of w naught. So നമ്മുടെ തിയറത്തിൻ്റെ രണ്ട് ഭാഗങ്ങളും പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. So this is a necessary and sufficient condition for f of z to tend to w naught as z goes to z naught. നമുക്കിനി അടുത്ത തിയറം നോക്കാം. ഞാനിത് പ്രൂവ് ചെയ്യുന്നില്ല, നിങ്ങൾക്ക് തനിയെ പ്രൂവ് ചെയ്യാൻ ശ്രമിക്കാം. ലിമിറ്റിൻ്റെ ഡെഫിനിഷൻ യൂസ് ചെയ്യേണ്ട ആവശ്യമേ വരുന്നുള്ളൂ. Suppose that limit z tends to z naught f of z is equal to w naught. Small f of z into limit small w naught, and limit z tends to z naught capital F of z is equal to capital W naught. Then the theorem says that limit z tends to z naught small f of z plus capital F of z is equal to small w naught plus capital W naught. Similarly, limit of the difference is difference of the limits, or limit z tends to z naught small f minus capital F is same as small w naught minus capital W naught. Product also satisfy the same condition. Limit of product equal to product of limits. Similarly, limit z tends to z naught small f by capital F is equal to small w naught by capital W naught, provided capital W naught not equal to 0 and f of z is non-zero in some deleted neighborhood of z naught. Okay, now നമുക്ക് ഈ തിയറംസ് ഉപയോഗിച്ച് കിട്ടുന്ന ചില കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്യാം. സപ്പോസ് എഫ് ഓഫ് സെഡ് ഈസ് എ കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ, എഫ് ഓഫ് സെഡ് ഈക്വൽ ടു സി, and limit z tends to z naught capital F of z equal to capital W naught. Then നമ്മുടെ property 3 എന്ന് പറയുമ്പോൾ limit of product is equal to product of limits. So limit z tends to z naught, c means small f of z into capital F of z equal to limit of small f of z into limit of capital F of z. ഇവിടെ സ്മോൾ എഫ് എന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ ആണ്. സോ ലിമിറ്റ് ഓഫ് സ്മോൾ എഫ് എന്ന് പറയുന്നത് സി തന്നെയാണ്. ക്യാപിറ്റൽ എഫിൻ്റെ ലിമിറ്റ് ഡബ്ല്യു നോട്ട്. സോ വി ഹാവ് ലിമിറ്റ് സെറ്റ് ടെൻസ് ടു സെഡ് നോട്ട് സി ടൈംസ് എഫ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു സി ടൈംസ് ഡബ്ല്യു നോട്ട്. ഈ എല്ലാ പ്രോപ്പർട്ടീസും കൂടി നമ്മൾ കമ്പൈൻ ചെയ്ത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇഫ് പി ഓഫ് സെഡ് ഈസ് എ പോളിനോമിയൽ ഓഫ് ഡിഗ്രി എൻ, so p of z can be written as a0 plus a1z plus a2z square plus etc. an z power n, where an not equal to 0. Then limit z tends to z naught p of z will be same as p of z naught, since limit z tends to z naught small z is equal to z naught. Okay, ഈ ഒരു പ്രോപ്പർട്ടിയും തൊട്ട് മുമ്പ് നമ്മൾ പഠിച്ച ലിമിറ്റ് തിയറംസും കൂടി യൂസ് ചെയ്താൽ യു വിൽ ഗെറ്റ് ലിമിറ്റ് z ടെൻസ് ടു z naught p of z is equal to p of z naught.